ഹേ ഫ്രണ്ട്സ്, എന്നാണ് വിശേഷം? എല്ലാവരും വളരെ സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. എൻ്റെ പേര് പ്രവീൺ ബേബി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ചെക്ക് ലിസ്റ്റ് ഫോർ ജോബ് സീക്കർ വിസ എന്ന് പറയുന്ന ഒരു ഫോം നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ആ ഫോം എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം? ഈ ഫോം നമ്മൾ പോർച്ചുഗൽ ജോബ് സീക്കർ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ VFXൽ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഫോമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഫോമിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗൂഗിളിൽ ആദ്യം VFX ഗ്ലോബൽ എന്ന് സെർച്ച് ചെയ്യുക. ഈ ആദ്യം കാണുന്ന റിസൾട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് ടൈപ്പ് ചെയ്യുക. ഐ ആം അപ്ലൈയിങ് ഫ്രോം എന്ന് പറയുന്നിടത്ത് ഏത് രാജ്യത്തു നിന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഇന്ത്യ കൊടുത്തു. ഗോയിങ് ടു ഏത് രാജ്യമെന്ന് എഴുതുക. പോർച്ചുഗൽ, ഞാൻ പോർച്ചുഗൽ കൊടുത്തു. ടേക്ക് മീ ടു ദി വെബ്സൈറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വേറൊരു പേജ് ഇപ്പോൾ ഓപ്പൺ ആകും. ഇവിടെ അപ്ലൈ ഫോർ വിസ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ശേഷം ഐഡൻറ്റിഫൈ വിസ ടൈപ്പ് എന്നത് കാണാം. അവിടെ വിസ ടൈപ്പ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ വിസ സെലക്ട് ചെയ്യുക. റെസിഡൻസി ജോബ് സീക്കിംഗ് എന്നാണ്. ഞാൻ ആ വിസ സെലക്ട് ചെയ്തു. ഇവിടെ ഡൗൺലോഡ് ഫോംസ് എന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം. നമുക്കിപ്പം വേണ്ടത് ഡോക്യുമെൻ്റ് റിക്വയർഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ കുറച്ച് കാര്യം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോമാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇതാണ് ചെക്ക് ലിസ്റ്റ് ഫോം. ഈ ഫോം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഫോം ഓപ്പൺ ചെയ്തു വരും. ഈ ഫോം നമ്മൾ ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ട ആദ്യത്തെ ഒരു ഫോമാണ്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫോമാണ്. നിങ്ങളെല്ലാവരും ഈ ഫോം ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്യുക. ഈ ഫോമിൻ്റെ പേര് ചെക്ക് ലിസ്റ്റ് ഫോർ ജോബ് സീക്കർ വിസ എന്നാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ ഡയറക്റ്റ് പ്രിൻറ്റും ചെയ്യാം. ഈ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം എല്ലാ ഫോമുകളും ഫില്ല് ചെയ്യേണ്ടത്. ബ്ലാക്ക് പെൻ യൂസ് ചെയ്യാതിരിക്കുക. മാക്സിമം വൈറ്റ് പെന്നിൽ എഴുതുക. ഞാൻ ഈ ഫോം ഫില്ല് ചെയ്തപ്പോൾ ഇങ്ങനെ ഈ PDF ഫയലിനകത്ത് തന്നെ ടൈപ്പ് ചെയ്തിട്ട് അതിനുശേഷം പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആദ്യം നിങ്ങളുടെ പേരിവിടെ ടൈപ്പ് ചെയ്യുക. പാസ്പോർട്ടിൽ കാണുന്ന പോലെ പേര് ടൈപ്പ് ചെയ്യൂ. ഫോണ്ടിൻ്റെ ഹൈറ്റും വിട്ടും അതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യൂ. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് യുവർ ഇമെയിൽ അഡ്രസ്സ് ഹിയർ എന്ന് ഞാൻ എഴുതുകയാണ്. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഹൈറ്റും വിട്ടും എല്ലാം നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യുക. എഴുതുമ്പോൾ എല്ലാവരും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ബ്ലാക്ക് പെൻ യൂസ് ചെയ്യരുത്, ബ്ലൂ പെൻ യൂസ് ചെയ്യുക. എഴുതുന്നത് വളരെ വൃത്തിയായിട്ട് എഴുതുക. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. ഞാൻ വെറുതെ ഒരു നമ്പർ എഴുതുകയാണ്. പർപ്പസ് ഓഫ് ദ ജേർണി ടു പോർച്ചുഗൽ എന്ന് പറയുന്നിടത്ത് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ജോബ് സീക്കർ വിസ എന്നാണ് എഴുതേണ്ടത്. ജോബ് സീക്കർ വിസ എന്ന് നിങ്ങൾ അവിടെ എഴുതണം. ഇനി താഴെ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ റിക്വയർമെൻറ്റ്, ജനറൽ റിക്വയർമെൻറ്റ് എന്ന് പറയും. ഇതിനകത്ത് നമ്മൾ ഈ ഫോമുകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. നാഷണൽ വിസ ആപ്ലിക്കേഷൻ നമുക്കിത് വേണ്ടതാണ്. ഈ നാഷണൽ വിസ ആപ്ലിക്കേഷൻ ഫോം എവിടുന്ന് ഡൗൺലോഡ് ചെയ്യാമെന്ന് അടുത്ത വീഡിയോയിലൂടെ പറയാം. തൽക്കാലം ഈ ഫോം നമുക്ക് ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ച് ഈ ഫോം നമുക്ക് ഫില്ല് ചെയ്യാം.
2 ഫോട്ടോ വേണം, പാസ്പോർട്ട് വാലിഡ് ആയിരിക്കണം, പ്രൂഫ് ഓഫ് റെഗുലർ സിറ്റുവേഷൻ അത് വേണം, ഒരു ഇൻഷുറൻസ് വേണം, PCC സർട്ടിഫിക്കറ്റ് വേണം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇവിടെ വേണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അപ്പോസ്റ്റൽ ചെയ്തായിരിക്കണം. അതുകൂടാതെ റിക്വസ്റ്റ് ഫോർ ക്രിമിനൽ റെക്കോർഡ് ഇൻക്വയറി എന്ന് പറഞ്ഞ SCFൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അതും വേണം. സർട്ടിഫിക്കറ്റ് അല്ല, അതൊരു ഫോമാണ്, ആ ഫോം വേണം. ട്രാൻസ്പോർട്ട് ഡോക്യുമെൻറ്റ്സ്, അതായത് ഡിപ്പാർച്ചറും റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റും ഉള്ള വേണം. പ്രൂഫ് ഓഫ് ഫൈനാൻഷ്യൽ റിസോഴ്സ്, നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ് കുറിച്ച് പറയുന്നത്. ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ ചെയ്യേണ്ട, നമുക്കിത് ആവശ്യമില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് പോർച്ചുഗലിലുള്ള ഒരാൾ നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ആ കാര്യത്തെക്കുറിച്ച് ടെൻഷൻ അടിച്ചാൽ മതി, അല്ലാത്ത വർഷം നമുക്ക് ഇഷ്യൂള്ള കാര്യമല്ല. അപ്പോൾ നമുക്കടുത്ത് ഈ ഫോം ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുമെന്ന് കരുതുന്നു. ആദ്യത്തെ എസ് എന്ന് പറഞ്ഞ ടിക്ക് മാർക്ക് നിങ്ങൾ കൊടുക്കുക. ഞാൻ ഈ ഫോട്ടോ അതിൻ്റെ മെഷർമെൻറ്റിനെ കുറിച്ച് പറയാം. ഇവിടെ 2 ഫോട്ടോ വേണം, നിങ്ങൾക്ക് 4 എത്ര ഫോട്ടോ വേണം കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാണിക്കുന്നതാണ് ഫോട്ടോയുടെ മെഷർമെൻറ്റ്. ഓർക്കുക, ഈ ഫോട്ടോയുടെ മെഷർമെൻറ്റിൽ വേണം നിങ്ങൾ ഫോട്ടോ എടുക്കാൻ. ഈ ഫോട്ടോയുടെ മെഷർമെൻറ്റിൽ എടുക്കുമ്പോൾ ഞാനിപ്പം മൗസിൻ്റെ ആരോ കീ കാണിച്ച അയാളുടെ അതേ ഷേപ്പിനനുസരിച്ചായിരിക്കും ഫോട്ടോ വരിക. താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് വളരെ വ്യക്തമായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഇത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയല്ല, ഓർക്കുക, ഇത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ മെഷർമെൻ്റ് അല്ല. ഈ മെഷർമെൻറ്റിൽ വേണം നിങ്ങൾ ഫോട്ടോ എടുക്കാൻ. ഓക്കെ, എൻ്റെ കേസിൽ ഞാൻ VFXൽ ഏതാണ്ട് 6 ഫോട്ടോ കൊടുത്തു. 2 ഫോട്ടോയല്ല, എൻ്റെ കേസിൽ ഞാൻ 6 ഫോട്ടോ കൊടുത്തു. നമുക്ക് എത്ര വേണേൽ കൊടുക്കാം, അവരെടുത്തോട്ടെ. നാഷണൽ വിസ ഫോം ഇവിടെയുള്ളത് ആദ്യം S കൊടുക്കുക. പാസ്പോർട്ടിൻ്റെ അവിടെ നിങ്ങൾ S കൊടുക്കുക. പ്രൂഫ് ഓഫ് റെഗുലർ സിറ്റുവേഷൻ എന്നവിടെ S കൊടുക്കുക. എല്ലായിടത്തും ടിക്ക് മാർക്ക് വളരെ കറക്റ്റായിട്ട് കൊടുക്കുക, വൃത്തിയോടെ കൊടുക്കുക. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇവിടെയെല്ലാം S കൊടുക്കുക. ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിലൂടെ എങ്ങനെയാണ് ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ ഫോമിൽ എല്ലാവരും S കൊടുത്തു മാത്രം മതി. ട്രാവൽ ഇൻഷുറൻസ് മിനിമം ഒരു 30,000 യൂറോ കവറേജ് മുകളിലുള്ള ട്രാവൽ ഇൻഷുറൻസ് എടുക്കണം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നിങ്ങളിവിടെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. എസിൻ്റെ കീഴിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ക്രിമിനൽ റെക്കോർഡ് വേണം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്, അത് പാസ്പോർട്ട് ഓഫീസ് വഴിയാണ് ഈ ക്രിമിനൽ റെക്കോർഡ് എടുക്കേണ്ടത്. അതിനുശേഷം ഈ ക്രിമിനൽ റെക്കോർഡ്, അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പോസ്റ്റൽ ചെയ്തതായിരിക്കണം. നിങ്ങൾ ടിക്ക് മാർക്കെല്ലാം കൊടുക്കുമ്പോൾ വളരെ കറക്റ്റായിട്ട് കൊടുക്കുക. ഞാൻ കൊടുത്തിരിക്കുന്ന ടിക്ക് മാർക്ക് ശരിയായിട്ടില്ല, നിങ്ങളത് സമയമെടുത്ത് കറക്റ്റായിട്ട് കൊടുക്കുക. SCF ഫോം വേണം, അതാണ് ഇവിടെ പറയുന്ന SCF ഫോം. ഞാൻ അടുത്ത വീഡിയോയിലൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പോൾ തൽക്കാലം ഈ വീഡിയോയിൽ നിങ്ങൾ S എന്ന ടിക്ക് മാർക്ക് കൊടുക്കുക. റൗണ്ട് ട്രിപ്പ് ടിക്കറ്റ് വേണം, ഡിപ്പാർച്ചറും റിട്ടേണും ആയിട്ടുള്ള ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യണം. എൻ്റെ കേസിൽ ഞാൻ എടുത്തത് ടർക്കിഷ് എയർലൈനിലാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണണം. കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുമ്പോൾ ചുരുങ്ങിയതൊരു 6,000 യൂറോ തൊട്ട് 7,000 യൂറോ വരെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണം. ഓൾട്ടർനേറ്റീവ്ലി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കൊടുക്കേണ്ട, ഇഗ്നോർ ചെയ്യാം. ഗൈസ്, ഈ പറയുന്ന കാര്യങ്ങൾ ഞാനിവിടെ വരച്ചു വെക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾ പറഞ്ഞു തരാം ഇതെങ്ങനെയാണ് ഈ ഫോം ഫില്ല് ചെയ്യേണ്ടതെന്ന്. അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇതിന് പറയുന്നത് ഡിക്ലറേഷൻ കവർ ലെറ്റർ എന്നാണ്. ഡിക്ലറേഷൻ കവർ ഫില്ല് ചെയ്യേണ്ടതും എങ്ങനെയാണ്, ഓക്കെ, ഞാൻ വളരെ വ്യക്തമായിട്ട് അടുത്ത വീഡിയോയിലൂടെ പറഞ്ഞു തരാം. തൽക്കാലം ഇവിടെ S എന്ന് പറഞ്ഞ് കൊടുക്കുക. പ്രൂഫ് ഓഫ് പ്രസൻറ്റേഷൻ, അതായത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. തൽക്കാലം ടിക്ക് മാർക്ക് കൊടുക്കുക. പിന്നെ താഴെ ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്കൊക്കെ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾ ഡേറ്റ് എഴുതണം.
ഓർക്കുക, ഇപ്പം നിങ്ങൾ ഇവിടെ ആരും ഡേറ്റ് കൊടുക്കരുത്. ഇവിടെ കൊടുക്കേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VFXൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയ ശേഷം നിങ്ങൾ അവിടെ VFXൽ അപ്പോയിൻമെൻറ്റിന് വേണ്ടി ചെല്ലുമല്ലോ, അവിടെ ചെല്ലുന്ന ഡേറ്റാണ് ഇവിടെ എഴുതേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് തൽക്കാലം ആ ഡേറ്റ് എഴുതണ്ട, നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഡേറ്റ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് എഴുതണം. ഓക്കെ, സോ തൽക്കാലം ഞാനിവിടെ എഴുതുകയാണ്. റൈറ്റ് നെയിം ഓഫ് യുവർ ലൊക്കേഷൻ ഓർ യുവർ പ്ലേസ് എന്നോ അങ്ങനെ എഴുതുകയാണ്. സോ തൽക്കാലം ഞാൻ വെറുതെ ഇങ്ങനെ എഴുതിയിട്ടിരിക്കുന്നു. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾ സൈൻ ചെയ്യണം. ഓക്കെ, ഒരു കാര്യം ഓർക്കുക, ഡേറ്റ് എഴുതരുത്. ഇതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ സൈൻ ചെയ്യേണ്ടതുണ്ട്. ഞാൻ തൽക്കാലം ഇങ്ങനെ ഒന്ന് വെറുതെ വരച്ചു വെക്കുകയാണ്. നിങ്ങളെങ്ങനെ സൈൻ ചെയ്യണം ഇവിടെ. അപ്പോൾ എഴുതുമ്പോൾ എല്ലാവരും ക്യാപിറ്റൽ എഴുതുക, ബ്ലൂ പെൻ യൂസ് ചെയ്യുക. എന്നിട്ട് ഇത് കളറിൽ പ്രിൻ്റ് ചെയ്യുക. ബ്ലൂ പെൻ വെച്ച് നിങ്ങൾ, എൻ്റെ കേസിൽ ഞാൻ ഈ PDF ഫയലിലാണ് ഇങ്ങനെ എഴുതിയിട്ടാണ് ഞാൻ പ്രിൻ്റ് ചെയ്തത്. ഞാൻ കളറിലാണ് പ്രിൻ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബ്ലൂ പെൻ വെച്ച് ക്യാപിറ്റൽ എഴുതിക്കൊള്ളുക പ്രിൻ്റ് ചെയ്തതിന് ശേഷം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്തോളുക. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം യെസ് മാർക്കാണ് ഈ ഫയലിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, എൻ്റെ കേസിൽ ഞാൻ എല്ലാ യെസ് മാർക്കാണ് കൊടുത്തത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്നോട് പറയുക. ഈ താഴെ കാണുന്ന എല്ലായിടത്തും യെസ് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഈ ഫോം. ജോബ് സീക്കർ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ഫോമാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ എന്നോട് ചോദിക്കുക. ചെക്ക് ലിസ്റ്റ് ഫോർ ജോബ് സീക്കർ വിസ ഫോം നമ്മൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് കണ്ടു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫോമാണ്. ഈ ഫോം നമ്മൾ ജോബ് സീക്കർ വിസയിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ VFXൽ കൊടുക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫോമാണിത്. സുഹൃത്തുക്കളെ, അടുത്ത വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം എവിടെ നിന്നാണ് നാഷണൽ വിസ ഫോം ഡൗൺലോഡ് ചെയ്യുന്നതും അത് എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, വാല്യൂഡ് ഇൻഷുറൻസ്, ക്രിമിനൽ റെക്കോർഡ്, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ഈ വീഡിയോയിൽ ഈ ചെക്ക് ലിസ്റ്റ് ഫോമിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ക്രിമിനൽ റെക്കോർഡ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക. അപ്പം ഇതാണ് ഈ ഫോം. ഇങ്ങനെയാണ് ഈ ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.